സുഹൃത്തുക്കളെ, ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഹൈന്ദവരായ ആൾക്കാരെ എങ്ങനെ ഇവർ പിടിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. ഈ മദ്രസകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ 2019 ഈ KT ജലീല് നിയമസഭയിൽ അവതരിപ്പിച്ച മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ അതിനെപ്പറ്റി എത്രമാത്രം ആനുകൂല്യമാണ് ഇവർക്ക് നൽകുന്നത്? ധാരാളം ആനുകൂല്യം പറയുന്നത് ശമ്പളം ഇല്ല, പെൻഷൻ ഇല്ല, അംശദായം അടയ്ക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അംശദായമായിട്ട് കൊടുക്കുന്നത് വെറും 50 തുകയാണ്. 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യം. അദ്ദേഹം തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ വിവാഹ ധനസഹായം ഈ മദ്രസ അധ്യാപകനോ അദ്ദേഹത്തിന് 2 പെൺമക്കളോ കല്യാണം കഴിക്കുകയാണെങ്കിൽ 10,000 രൂപ കൊടുക്കും. പിന്നെ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ആയിട്ട് 2,000 രൂപ പലിശരഹിത വായ്പയായിട്ട് 2.5 ലക്ഷം രൂപ കൊടുക്കും. അടച്ചാൽ മതി. ചികിത്സാ ധനസഹായം 5,000 തൊട്ട് 25,000 രൂപ കൊടുക്കും. ഇങ്ങനെ ധാരാളം ആനുകൂല്യങ്ങൾ വാരി കൊടുക്കും. മദ്രസയിൽ പോയിക്കോളും, ജോലിക്ക് തന്നോളും. ഇനി നമുക്ക് ഈ നാറികളുടെ കരച്ചിലൊക്കെ കേട്ടല്ലോ. ഇനി ഇവന്മാരെ പോലുള്ള എന്തെല്ലാം കൊടുക്കുന്നുണ്ട് നോക്കാം. ഒരു ജോലിയും ചെയ്യാതെ കൈയിട്ട് വരുന്ന എന്തൊക്കെയാണ് സർക്കാരിന്റെ പൈസ നോക്കാം. സോഷ്യൽ മീഡിയയിൽ വളരെ വൈകാരികമായ രീതിയിൽ പ്രചരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണിത്. ഒരു വിഭാഗത്തിന് മാത്രം എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു, മറ്റുള്ളവർ അവഗണിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ പലപ്പോഴും വസ്തുതകൾ പൂർണ്ണമായി മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയോ നിർമ്മിക്കപ്പെടുന്നവയാണ്. യഥാർത്ഥ വസ്തുത എന്തെന്നാൽ കേരളത്തിൽ ജാതിയോ മതമോ നോക്കാതെ എല്ലാ വിഭാഗങ്ങളിലെയും പിന്നാക്കം നിൽക്കുന്നവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി സർക്കാർ പ്രത്യേക ബോർഡുകളും ക്ഷേമ പദ്ധതികളും രൂപീകരിച്ചിട്ടുണ്ട്. താങ്കൾ ചോദിച്ച നമ്പൂതിരി സമുദായം ഉൾപ്പെടെയുള്ള മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും മറ്റ് സമുദായങ്ങളിലെ സമാനമായ ക്ഷേമ പദ്ധതികളും താഴെ വ്യക്തമാക്കുന്നു. 1. മുന്നാക്ക സമുദായങ്ങളിലെ നമ്പൂതിരി ഉൾപ്പെടെയുള്ള സാമ്പത്തിക പിന്നാക്കക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ. ബ്രാഹ്മണർ, നമ്പൂതിരിമാർ, നായർ, ക്രിസ്ത്യൻ മുന്നാക്ക വിഭാഗങ്ങൾ തുടങ്ങി സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ താഴെ പറയുന്ന വലിയ ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, സ്കൂൾ തലം മുതൽ പ്രൊഫഷണൽ കോളേജുകൾ, ഗവേഷണം, PhD എന്നിവയ്ക്ക് വരെ പഠിക്കുന്ന മുന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വലിയ തുക സ്കോളർഷിപ്പ് നൽകുന്നു. വിദേശ പഠന സഹായം, വിദ്യാസമുന്നതി, വിദേശത്ത് പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന മുന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ധനസഹായവും ലോണുകളും നൽകുന്നുണ്ട്. വിവാഹ ധനസഹായം, മംഗല്യ സമുന്നതി, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്നു. സ്വയം തൊഴിൽ വായ്പകൾ, സംരംഭങ്ങൾ തുടങ്ങാൻ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്നു. ഈ മേഖലയിലെ വിപ്ലവകരമായ മാറ്റം 10% EWS സംവരണം. നമ്പൂതിരിമാർ ഉൾപ്പെടെയുള്ള മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലിയിലും പ്രവേശന പരീക്ഷകളിലും 10% പ്രത്യേക സംവരണം EWS ഇപ്പോൾ നിലവിലുണ്ട്. 2. ക്ഷേത്ര ജീവനക്കാർക്കും പുരോഹിതർക്കുമായി ക്ഷേമനിധി. മദ്രസാധ്യാപകർക്കുള്ളതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ശാന്തിമാർ, നമ്പൂതിരിമാർ ഉൾപ്പെടെ ജീവനക്കാർ എന്നിവർക്കായി കേരള ഈ തെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയുന്നില്ലേ, ഇവന്മാർ ഇതിനെ കുറിച്ച് പറയില്ല. ക്ഷേത്ര ജീവനക്കാരുടെ ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. മദ്രസ ബോർഡ് രൂപീകരിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 2000 ആണ്ടിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ക്ഷേത്ര ജീവനക്കാരുടെ ക്ഷേമനിധി. ഇതിലൂടെ ക്ഷേത്ര ജീവനക്കാർക്കും പുരോഹിതർക്കും പെൻഷൻ, കുടുംബ പെൻഷൻ, പ്രസവാനുകൂല്യം, ചികിത്സാ സഹായം, മരണാനന്തര സഹായം എന്നിവ നൽകി വരുന്നു. എന്തെല്ലാം കൈയിട്ട് വരാൻ പറ്റുമോ അതെല്ലാം കൈയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കരച്ചിൽ തീരുന്നില്ല. മതസ്ഥർക്കുള്ള സമാന ബോർഡുകൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ് വിഭാഗങ്ങൾക്കെല്ലാം കൂടി ചേർത്താണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, ന്യൂനപക്ഷ കോർപ്പറേഷൻ നൽകുന്ന പലിശരഹിത വായ്പകളും സ്കോളർഷിപ്പുകളും അർഹരായ മുസ്ലിം, ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരുപോലെ ലഭ്യമാണ്. ക്രൈസ്തവ സമുദായങ്ങളിലെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിക്കുകയും അവരുടെ പുരോഗതിക്കായി പ്രത്യേക പാക്കേജുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത്? വിവരമില്ലായ്മ. ഓരോ സമുദായത്തിനും അവരുടേതായ പ്രത്യേക ബോർഡുകൾ. ഉദാഹരണത്തിന്, മുന്നാക്ക കോർപ്പറേഷൻ, പിന്നാക്ക കോർപ്പറേഷൻ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. ഒരിടത്തെ വാർത്ത മാത്രം കാണുമ്പോൾ മറ്റുള്ളവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകും. രാഷ്ട്രീയ വർഗീയ ലക്ഷ്യം. സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആനുകൂല്യം പോകുന്നു എന്ന് വരുത്തി തീർത്താൽ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരിൽ എളുപ്പത്തിൽ ഭരണകൂട വിരുദ്ധതയും മതപരമായ അമർഷവും ഉണ്ടാക്കാൻ സാധിക്കും. അതിനായി വാർത്തകൾ പകുതി മാത്രം നൽകി പ്രചരിപ്പിക്കുന്നു. ഉപസംഹാരം.
കേരളത്തിൽ മദ്രസ അധ്യാപകർക്ക് നൽകുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്ന് സൗജന്യമായി എടുത്തു കൊടുക്കുന്നതല്ല. അത് ആ തൊഴിലാളികൾ മാസം തോറും അടയ്ക്കുന്ന വിഹിതത്തിൽ നിന്ന് നൽകുന്നു. അതേസമയം തന്നെ നമ്പൂതിരി സമുദായം ഉൾപ്പെടെയുള്ള മുന്നാക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്കായി സമുന്നതി വഴിയും EWS സംവരണം വഴിയും വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നു. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ ഇത്തരം വ്യാജവും വിഭജനമുണ്ടാക്കുന്നതുമായ പ്രചാരണങ്ങളുടെ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾക്ക് സാധിക്കും. മുന്നാക്ക കോർപ്പറേഷന്റെ ആനുകൂല്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ അപ്പോൾ ഇവന്മാരെന്തെല്ലാം കൈയിട്ട് വരാൻ പറ്റുമോ അതെല്ലാം എല്ലാ രീതിയിലും കൈയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കി നക്കാപ്പിച്ച കിട്ടിയാ കിട്ടി. അതിനൊരു 10,000 ഓഫീസുകൾ കയറി ഇറങ്ങി ഇവന്മാരുടെ കാല് ധക്കി അതേ കൊടുത്ത് അതിനൊക്കെ ആരാ നിൽക്കുന്നത്? എല്ലാ മുസ്ലിം സമുദായത്തിൽ പോയിട്ട് ഉസ്താദന്മാരൊക്കെ പോയിട്ട് പെൺകുട്ടിയെ കെട്ടിക്കൊടുക്കണം പറഞ്ഞിട്ട് ഗൾഫിലും അവിടെ ഇവിടെയും പോയിട്ട് എന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ്സുകാരിലും പ്രവർത്തിക്കുന്ന ഹൈന്ദവരായ ആൾക്കാരെ എങ്ങനെയെങ്കിലും മറ്റുള്ള പാർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൽ വെറുതെ ഇവർ സംസാരിക്കുന്ന പോലെ തന്നെ ഇവരെന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന പോലെ അങ്ങനെ പറയാം. അപ്പോൾ അതിന് താഴത്ത് വരുന്ന കമൻറ്റുകൾ നമ്മൾ നോക്കിയാൽ മതി. എന്തോ ആനുകൂല്യം ഈ മദ്രസക്കാർക്ക് അങ്ങോട്ട് വാരി അങ്ങോട്ട് കൊടുക്കുന്ന പോലെ. നല്ല ആളുകൾ ഇവന്മാരല്ലേ, കൊടുത്ത പോലെ തന്നെ എന്തായാലും ആനുകൂല്യം ഉണ്ടാകുമായിരിക്കും. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഉസ്താദ് ഒരു 10 ജന്മം ഒന്നും കൂടെ പുനർജനിക്കേണ്ടി വരും. കാരണം ഇവന്മാരൊക്കെ എല്ലാം പറയാലോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് അവസ്ഥ. നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കുറേ പേജുകളും ഗ്രൂപ്പുകളും ഇൻ്റർവ്യൂ നടത്തുന്ന പോലെ ഇവന്മാരൊക്കെ വലിയ സംഭവം പോലെ ഇവന്മാരെന്നെ കാണിക്കും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരാളെ സെറ്റാക്കിയിട്ട് ഇവിടെ ഞാൻ തന്നെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം സംസാരിക്കുള്ളൂ, 2 വട്ടം സംസാരിക്കാതെ അപ്പോൾ ഉണ്ടാവില്ല. അമ്മമാർ പണി തരും. അതാണ് ഇവന്മാർ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അമ്മമാരുടെ ഈ ഡ്രാക്കുളാനെ പോലെയുള്ള ഈ മുസ്ലിങ്ങളുടെ ചൊകര കൂടി ഇനിയും നിന്നിട്ടില്ല. എത്ര കാലം കരയെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഹൈന്ദവരായ നല്ലവരായ മനുഷ്യർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളൊരിക്കലും ഒരു മതത്തിനെതിരെയോ ഒരു വ്യക്തിക്കെതിരെയോ അല്ല. നമ്മളിവിടെ സത്യങ്ങൾക്കൊപ്പമാണ്. അതുപോലെ തന്നെ കള്ളപ്രചരണം നടത്തുന്ന ആൾക്കാരെ പൊളിച്ചെടുക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളിവിടെ തുറന്ന് കാണിക്കുന്നു. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ കമൻറ്റിൽ പറയുക.